ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ ദശാവതാരങ്ങളാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 4 യുഗങ്ങളാണ്: സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അതിൽ സത്യയുഗത്തിൽ ഭഗവാൻ 4 അവതാരങ്ങളാണ് എടുക്കുന്നത്. അതിലെ 4ാമത്തെ അവതാരമാണ് നരസിംഹമൂർത്തി. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം. ഈ 4 അവതാരങ്ങളും ആദ്യത്തെ യുഗമായ സത്യയുഗത്തിലാണ് ഭഗവാൻ എടുക്കുന്നത്. അതിൽ ഉഗ്രമൂർത്തിയാണ് മഹാവിഷ്ണുവിൻ്റെ ഈ നരസിംഹ അവതാരം. സത്യയുഗത്തിന് മറ്റൊരു പേരും കൂടെയുണ്ട്, കൃതയുഗം. അങ്ങനെ കൃതയുഗത്തിൽ ഇത്രയും ഉഗ്രരൂപിയായ നരസിംഹമൂർത്തിയാണ് അവസാനമായി അവതരിക്കുന്നത്. ഇനി നമ്മൾ വരാഹരൂപത്തിലുള്ള ഭഗവാന്റെ അവതാരത്തെ പറ്റി പഠിച്ച സമയത്ത് നമ്മൾ ജയവിജയന്മാരെ പറ്റി പഠിച്ചു. ജയവിജയന്മാർ ശാപമോക്ഷം കിട്ടുന്നതിന് വേണ്ടി മനുഷ്യരായി ഭൂമിയിൽ ജനിക്കണം. അങ്ങനെ ഭഗവാനിൽ നിന്നും മരണം ഏറ്റുവാങ്ങണം. എങ്കിൽ മാത്രമേ ശാപമോക്ഷം കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ വരാഹരൂപം പഠിച്ച സമയത്ത് പറഞ്ഞതാണ്. അതിൽ ആദ്യത്തെ മനുഷ്യരൂപമാണ് ഹിരണ്യാക്ഷൻ. ഹിരണ്യാക്ഷൻ വരാഹരൂപത്തിലുള്ള ഭഗവാന്റെ കയ്യാൽ വധിക്കപ്പെട്ടു. ഈ വിവരം ഹിരണ്യകശിപു, സഹോദരനായ ഹിരണ്യകശിപു അറിയുകയാണ്. അതോടുകൂടി ഹിരണ്യകശിപുവിന് ഭഗവാൻ മഹാവിഷ്ണുവിനോട് അതീവ ശത്രുതയുണ്ടാവുകയും തൻ്റെ രാജ്യത്ത് ഇനി ആരും നാരായണ മന്ത്രം ജപിക്കരുത് എന്ന ഒരു ഉഗ്രശാസന പുറപ്പെടുവിക്കുകയും ചെയ്യുവാണ്. ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഹിരണ്യകശിപു ഒരു വലിയ വരം നേടിയിരുന്നു. അത് മനുഷ്യനോ മൃഗമോ തന്നെ കൊല്ലാൻ പാടില്ല, പക്ഷികൾ തന്നെ കൊല്ലാൻ പാടില്ല, ആയുധങ്ങൾ കൊണ്ട് തന്നെ കൊല്ലരുത്, രാവോ പകലോ, അതായത് രാത്രിയോ പകലോ തന്നെ കൊല്ലാൻ പാടില്ല, ത്രിലോകങ്ങളിലും വെച്ച് തന്നെ കൊല്ലരുത്, ഭൂമിയിലോ ആകാശത്തോ പാതാളത്തിലോ വെച്ച് തന്നെ കൊല്ലാൻ പാടില്ല. ഇങ്ങനെയൊക്കെയാണ് ആ വരം നേടിയത്. അതിനുശേഷം ഹിരണ്യകശിപു വളരെ ക്രുദ്ധനായി നടക്കുകയാണ്. എങ്ങനെയെങ്കിലും ഭഗവാനെ നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ ജീവിക്കുകയാണ്. ആ സമയത്താണ് ഹിരണ്യകശിപുവിന് പരമവിഷ്ണു ഭക്തനായ ഒരു പുത്രൻ ജനിക്കുന്നത്. വിഷ്ണു ഭക്തിയിൽ നിന്നും തൻ്റെ പുത്രനായ പ്രഹ്ലാദനെ പിന്തിരിപ്പിക്കാൻ ഹിരണ്യകശിപു പലതവണ ശ്രമിച്ചു. പക്ഷേ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഹിരണ്യകശിപു പ്രഹ്ലാദനെ വധിക്കാൻ പല മാർഗങ്ങളും സ്വീകരിച്ചു. പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് വരെ താഴേക്ക് തള്ളിയിട്ടെന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ നിന്നുമൊക്കെ പ്രഹ്ലാദൻ രക്ഷപ്പെടുകയാണ്. ഭഗവാൻ പ്രഹ്ലാദനെ രക്ഷപ്പെടുത്തുകയാണ്. അവസാനം സഹിക്കാൻ വയ്യാതെ പ്രഹ്ലാദനോട് ഹിരണ്യകശിപു ചോദിക്കുകയാണ്, 24 മണിക്കൂറും നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്ന നിനക്ക് നാരായണനെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ എൻ്റെ മുമ്പിൽ എന്ന് ചോദിക്കുന്നു. എവിടെയാണ് നിൻ്റെ നാരായണൻ എന്ന് ചോദിക്കുമ്പോൾ പ്രഹ്ലാദൻ പറയുകയാണ്, എൻ്റെ നാരായണൻ തൂണിലും തുരുമ്പിലും ഈ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു, ആകാശത്തും ഭൂമിയിലും എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോഴാണ് ഹിരണ്യകശിപു ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഈ ഭൂമി മുഴുവൻ വ്യാപിച്ച് കിടപ്പുണ്ടെങ്കിൽ ഈ തൂണിലുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, തൂണിൽ മാത്രമല്ല തുരുമ്പിലുമുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ തൂണിലുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ഒരു മഴു എടുത്തുകൊണ്ട് വന്ന് വെട്ടുകയാണ്. ആ മഴു കൊണ്ട് ആ തൂണ് വെട്ടിയപ്പോൾ അതിനകത്തു നിന്നും ഉഗ്രരൂപിയായ നരസിംഹമൂർത്തി പുറത്തേക്ക് വരികയാണ്. വലിയ ഒരു അലർച്ചയോടുകൂടി ചതുർബാഹ രൂപത്തിലാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത്. അതേപോലെ തന്നെ ഭഗവാന്റെ മുഖം സിംഹത്തിൻ്റെ മുഖമാണ്, ശരീരം മനുഷ്യൻ്റെ രൂപമാണ്. അതുകൊണ്ടാണ് അതിനെ നരസിംഹമൂർത്തി എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ നരസിംഹമൂർത്തി അവതരിച്ചു. അതിനുശേഷം ഒരു ത്രിസന്ധ്യാ സമയത്താണ് ഈ നരസിംഹമൂർത്തി അവതരിക്കുന്നത്. കാരണം രാവോ രാത്രിയോ അല്ല, രാവും രാത്രിയുമല്ലാത്ത ത്രിസന്ധ്യാസമയത്ത് നരസിംഹമൂർത്തി അവതരിക്കുകയാണ്. ആ ത്രിസന്ധ്യാസമയത്ത് ഹിരണ്യകശിപുവിനെ ഭഗവാൻ ഉമ്മറപ്പടിയിൽ വെച്ച് തൻ്റെ മടിയിൽ കിടത്തി തൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് കീറി മുറിച്ച് വധിക്കുകയാണ്. അപ്പോൾ അവിടെ ഭഗവാൻ ചെയ്തത് എന്താണ്? ഭൂമിയിലോ
ആകാശത്തോ വെച്ചല്ല, പാതാളത്തിലോ വെച്ചല്ല, ഉമ്മറപ്പടിയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ മടിയിൽ വെച്ചുകൊണ്ടാണ് ഹിരണ്യകശിപുവിനെ ഭഗവാൻ വധിക്കുന്നത്. സന്ധ്യയ്ക്ക് തൻ്റെ മടിയിൽ കിടത്തി നഖങ്ങൾ കൊണ്ട് മനുഷ്യനോ മൃഗമോ അല്ലാത്ത നരസിംഹമൂർത്തി ഹിരണ്യകശിപു വധം നടത്തുകയാണ്. അതിനുശേഷം ശാന്തനായ നരസിംഹമൂർത്തി തൻ്റെ സത്യസ്വരൂപത്തിൽ പ്രഹ്ലാദൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും പ്രഹ്ലാദനെ അനുഗ്രഹിച്ച് മടങ്ങുകയും ചെയ്യുന്നു. ഇതാണ് നരസിംഹമൂർത്തിയുടെ അവതാര കഥ. അപ്പോൾ ജയവിജയന്മാർ സത്യയുഗത്തിൽ അവതരിക്കുകയാണ്, മനുഷ്യരൂപത്തിൽ അവർ പിറക്കുകയാണ്. അതിലെ ആദ്യത്തെ പിറവിയാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. രണ്ടുപേരും ഭഗവാന്റെ കൈകളാൽ വധിക്കപ്പെടുകയാണ്. നരസിംഹസ്വാമിയുടെ രൂപം ഉഗ്രമൂർത്തിയാണെങ്കിലും ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് അനവധിയായ ഫലങ്ങളാണ് ലഭിക്കുന്നത്. വിദ്യയുണ്ടാകാൻ വളരെ നല്ലതാണ് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ഭയമുള്ളവർ, രാത്രിയിൽ കിടന്ന് പേടിക്കുന്നവരൊക്കെ നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ചില മനുഷ്യർക്ക് എല്ലാത്തിനും ഒരു ഭയമായിരിക്കും. അങ്ങനെയുള്ളവരും നരസിംഹസ്വാമിയെ പ്രാർത്ഥിച്ചാൽ അവരുടെ ഭയം മാറിക്കിട്ടും. അതുപോലെ അതികഠിനമായ സാമ്പത്തിക പ്രതിസന്ധിയുള്ളവർ നരസിംഹസ്വാമിക്ക് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. നമ്മുടെ കുട്ടികൾ പ്രഹ്ലാദനെ പോലെ നല്ല ഒരു സ്വഭാവത്തിൽ വളരുന്നതിന് നരസിംഹമൂർത്തിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. തെക്കേടത്ത് നരസിംഹമൂർത്തി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാന്റെ തെക്ക് വശത്തായിട്ട് അത്യുഗ്രശാലിയായ ഒരു നരസിംഹസ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട്. ആ പ്രതിഷ്ഠയ്ക്ക് പറയുന്ന പേരാണ് തെക്കേടത്ത് നരസിംഹസ്വാമി. തെക്ക് വശത്തിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി അതിൻ്റെ ഒരു കഥ പറയാം. കേട്ടുകേൾവിയാണ്, എനിക്ക് അറിയില്ല, എനിക്ക് കേട്ട അറിവ് മാത്രമേ ഉള്ളൂ. നരസിംഹസ്വാമിയുടെ പ്രതിഷ്ഠാ ദിവസം ഭഗവാൻ കിഴക്കോട്ട് നോക്കിയാണ് ഇരിക്കുന്നത്. കിഴക്കോട്ട് അന്ന് നോക്കുമ്പോൾ ചാല മാർക്കറ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നേരെ കിഴക്ക് ഭാഗമെന്ന് പറയുന്നത് ചാല മാർക്കറ്റാണ്. പണ്ട് ഇങ്ങനെ വലിയ കെട്ടിടങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ മാർക്കറ്റ് കാണാം. പ്രതിഷ്ഠാ ദിനത്തിൻ്റെ അന്ന് ചാല മാർക്കറ്റിന് തീ പിടിച്ചു എന്ന് പറയും. അതെന്തുകൊണ്ടാണെന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാണ് അത്യുഗ്രശാലിയായ അതിശക്തിശാലിയായ ഒരു നരസിംഹമൂർത്തിയാണ് അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത്. യാതൊരു ഡിഫക്റ്റും ആ പ്രതിഷ്ഠയ്ക്കില്ല. അത്രയും പെർഫെക്റ്റായ ഒരു പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ ചെറിയ തെറ്റുകൾ പോലും ഭഗവാൻ ക്ഷമിക്കുകയില്ല, അത്യുഗ്രശാലിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഭഗവാന്റെ കൂർത്ത നഖങ്ങൾ പിന്നീട് രാഗിയെന്നും ഒരു ചെറിയ ഒരു ഡിഫക്റ്റ് അവിടെ വരുത്തിയെന്നുമാണ് പറയുന്നത്. നമ്മൾ ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, നെയ്വിളക്ക് അവിടെ വളരെ വിശേഷമാണ്. അതുപോലെ ഒരു സ്വാമി അതിൻ്റെ മുമ്പിലിരുന്ന് എപ്പോഴും ഭാഗവതം വായിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാരണം ഭഗവാനെ എപ്പോഴും ശാന്തനാക്കി ഇരുത്താൻ വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനെ എപ്പോൾ നട തുറന്നിരിക്കുമ്പോഴും അപ്പോഴൊക്കെ ഇങ്ങനെ ഭാഗവതം വായിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം അത്രയും അത്യുഗ്രശാലിയായ ശക്തിശാലിയായ ഒരു നരസിംഹമൂർത്തിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്തായിട്ട് ഇരിക്കുന്നത്. തെക്കേടത്ത് നരസിംഹമൂർത്തിയാണ്. ഭഗവാനെ തൊഴുത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നരസിംഹസ്വാമിയെ കാണാം. നേരത്തെ കുറേ നാളിന് മുമ്പ് വരെ നരസിംഹസ്വാമിയെ തൊഴുതിട്ടായിരുന്നു ഭഗവാനെ നമ്മൾ തൊഴുത് വരുന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴത് മാറ്റിയിട്ടുണ്ട്. ഭഗവാന്റെ തൃപ്പാദത്തിൽ കൂടെ കയറി നമ്മൾ ഭഗവാന്റെ ആ 3 ഭാഗങ്ങളും കണ്ട് തൊഴുത് അതിനുശേഷം നരസിംഹമൂർത്തിയെയും കണ്ട് നമ്മൾ വലത്ത് വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോഴാ രീതിയിലാണ് അവിടുത്തെ ക്രമീകരണം ചെയ്തിരിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കുറച്ച് നാൾ മുമ്പ് വരെ നമുക്ക് ഭഗവാനെ വലത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് വലത്ത് വെച്ച് പ്രാർത്ഥിക്കാം. തൃപ്പാദത്തിൽ കൂടി കയറിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ തെക്കേടത്ത് നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അത്രയും ഉഗ്രമൂർത്തിയായ നരസിംഹസ്വാമിയാണ് അവിടെ ഉള്ളത്. നിങ്ങളുടെ വീടുകളുടെ അടുത്തൊക്കെ നരസിംഹസ്വാമി ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വ്യാഴാഴ്ച ദിവസമൊക്കെ ഭഗവാനൊരു നെയ്വിളക്ക് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അതല്ലെങ്കിൽ കുട്ടികളുടെ പിറന്നാൾ ദിവസമെങ്കിലും ഭഗവാനൊരു നെയ്വിളക്ക് സമർപ്പിക്കണം. അത് വളരെ നല്ലതാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹരിക്കാനായിട്ട് ഭഗവാന് പ്രത്യേകമായ ശക്തിയുണ്ട്. ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ ചില മനുഷ്യർക്ക് ചില കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാനായിട്ട് ഒരു ഭയം കാണും, ഒരു പേടി കാണും.
ആ പേടിയൊക്കെ മാറ്റി നമുക്ക് തരുന്നതിന് ഭഗവാന് പ്രത്യേകമായ കഴിവുണ്ട്. രാത്രിയിൽ കിടന്ന് പേടിച്ച് നിലവിളിക്കുന്നവരൊക്കെ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. കഠിനമായ സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിൽ നിങ്ങൾ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ തീർച്ചയായിട്ടും അതിനൊരു ഫലം തരുന്നതായിരിക്കും. അപ്പം നരസിംഹമൂർത്തിയുടെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മുമ്പോട്ട് കേൾക്കുക. ബാക്കി 10 അവതാരങ്ങൾ നമുക്ക് പറയാം. മുമ്പത്തെ അവതാരങ്ങളൊക്കെ കേട്ടിട്ടില്ലാത്തവർ പോയി കേൾക്കുക. അതുപോലെ ഞാൻ മറ്റൊരു ഫോൾഡറും കൂടെ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. കഥകളെന്നാണ് ആ ഫോൾഡറിൻ്റെ പേര്. അതിനകത്ത് ഭഗവാന്റെ ധാരാളം കഥകൾ പറഞ്ഞിട്ടുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ആ കഥകളെടുത്ത് കേൾക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.